ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്വിസിഷൻ പ്രോഗ്രാം ഈ ലാപ്പിന് വേണ്ടി ഞാൻ ജോസഫ് ചാക്കോ. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ വഴിയിലാണ്. ആ പ്രയത്നങ്ങളെല്ലാം തീർച്ചയായും ഫലം കാണും. കാരണം ലാംഗ്വേജ് ഒരു സ്കില്ലാണ്. സൈക്ലിംഗ് പോലെ, സ്വിമ്മിങ് അഭ്യസിക്കുന്നത് പോലെ, സംഗീതം അഭ്യസിക്കുന്നത് പോലെ ലാംഗ്വേജും ഒരു സ്കില്ലാണ്. അതും അഭ്യസിക്കേണ്ടിയിരിക്കുന്നു. കഠിനമായ പ്രയത്നം അതിൻ്റെ പിന്നിൽ ആവശ്യമാണ്. 3 ഘട്ടങ്ങളിലൂടെയാണ് സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി കടന്നു പോകേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എല്ലാ സെൻറ്റൻസ് പാറ്റേൺസും അറിഞ്ഞിരിക്കുക. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു 200-ലധികം സെൻറ്റൻസ് പാറ്റേൺസ് കൺസ്ട്രക്ഷൻസ് ഇംഗ്ലീഷിലുണ്ട്. ഈ പാറ്റേൺസ് നമ്മൾ മനസ്സിലാക്കി വെക്കണം, പഠിച്ചു വെക്കണം. കാരണം നിരന്തരമായി ഭാഷ സംസാരിക്കാനുള്ള അവസരം നമുക്കില്ല. ഇംഗ്ലീഷ് നേറ്റീവ് ഭാഷയായി ലാംഗ്വേജായി സ്വീകരിച്ചിരിക്കുന്ന വ്യക്തികൾ നമുക്ക് കൂട്ടില്ല. ഉണ്ടെങ്കിൽ അവരുമായിട്ട് നമുക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാൻ നിർബന്ധിതമാകണം. നമ്മൾ മറ്റൊരു സ്ഥലത്ത് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന വ്യക്തികളുടെ ഇടയിൽ ചെല്ലുമ്പോൾ നാം ഇംഗ്ലീഷ് സംസാരിക്കാൻ നിർബന്ധിതരാകും. തീർച്ചയായും നമ്മൾ ഭാഷ പഠിക്കും. അതാണ് പിന്നിലുള്ള ഒരു ഫോഴ്സ് എന്ന് പറയുന്നത്. ആവശ്യമായി വരുമ്പോൾ നമ്മൾ ഭാഷ പഠിക്കും. പക്ഷേ നമുക്കിപ്പോൾ ആവശ്യമായി വരുന്നതായിട്ട് തോന്നുന്നില്ല. നമ്മൾ നിർബന്ധപൂർവം നമ്മൾ ആഗ്രഹത്തിൻ്റെ പേരിൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പരിശീലിക്കാനുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് തരുന്നത് സെൻറ്റൻസ് പാറ്റേൺസും വോക്കൽ എക്സസൈസും അതോടൊപ്പം ചെറിയ രീതിയിലുള്ള വൊക്കാബുലറി ഡെവലപ്മെൻറ്റിനുള്ള അവസരവുമാണ് നൽകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ 12 സെൻറ്റൻസുകൾ നിങ്ങൾക്ക് നൽകിയിരുന്നു. പ്രാക്ടീസ് ചെയ്യുക, അത് വോക്കൽ എക്സസൈസും കൂടി ആക്കി മാറ്റുക, അത്രമാത്രം. തീർച്ചയായിട്ടും ഇംഗ്ലീഷ് നിങ്ങൾ സംസാരിക്കും. ഇപ്പം നമുക്ക് ഈ ബോർഡിൽ നോക്കാം. കഴിഞ്ഞ എപ്പിസോഡിലെ സെൻറ്റൻസുകൾ നമുക്കൊന്ന് ഓർക്കാം. ഐ കം, ഐ ഡോണ്ട് കം, ഡു യു കം, ഡോണ്ട് യു കം. ഞാൻ വരാറുണ്ട്, ഞാൻ വരാറില്ല. നീ വരാറുണ്ടോ, നീ വരാറില്ലേ. ഐ കെയിം, ഐ ഡിഡിൻ കം, ഡിഡ് യു കം, ഡിഡിൻറ്റ് യു കം. ഞാൻ വന്നു, ഞാൻ വന്നില്ല. നീ വന്നോ, നീ വന്നില്ലേ. ഐ വിൽ കം, ഐ വോണ്ട് കം, വിൽ യു കം, വോണ്ട് യു കം. ഞാൻ വരും, ഞാൻ വരില്ല. നീ വരുമോ, നീ വരില്ലേ. ഈ സെൻറ്റൻസുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നന്നായി പരിശീലിച്ചിട്ടുള്ളതാണ്. ഇത് വേഗത കൂട്ടി ഒന്നുകൂടി നന്നായി പരിശീലിക്കണം. ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം ഇംഗ്ലീഷിൽ. ഇത് വോക്കൽ പ്രാക്ടീസിന് വേണ്ടി നിങ്ങൾക്ക് തരുന്നതാണ്. എത്ര പ്രാവശ്യം പറയണം എന്ന് ചോദിച്ചാൽ അതിനൊരു പരിധിയില്ല. ഓരോരുത്തർക്കും അത് വ്യത്യസ്തമായിരിക്കും. എങ്കിലും മിനിമം റിസൈറ്റ് ഓർ റിപ്പീറ്റ് ദ സെയിം സെൻറ്റൻസ് അറ്റ്ലീസ്റ്റ് 20 ടൈംസ്. അതൊരു 20 പ്രാവശ്യമാണ് നമുക്ക് നമ്മുടെ ഈ സെൻറ്റൻസ് പാറ്റേൺസ് അല്ലെങ്കിൽ നമ്മൾ അഭ്യസിക്കുന്ന ഒരു വസ്തു നമ്മുടെ സ്വന്തമാകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 20 പ്രാവശ്യം ആ സെൻറ്റൻസ് നമ്മൾ പറയണം. അത് എത്രയധികം കൂടുന്നോ അത്രയും നല്ലതാണ്. അത് വോക്കൽ എക്സസൈസിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ സെൻറ്റൻസ് പാറ്റേൺസും അഭ്യസിക്കാം, വോക്കൽ എക്സസൈസും സാധ്യമാകും. അപ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ പരിശീലിക്കാൻ തരുന്നത് കണ്ടിന്യൂവസ് ടെൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന സെൻറ്റൻസസ് ആണ്. ഇവിടെ വെർബിൻ്റെ ING രൂപമാണ് ഉപയോഗിക്കുന്നത്. അതെല്ലാം വെറുതെ ഒരു അറിവിന് വേണ്ടി പറഞ്ഞെന്ന് മാത്രം. കാരണം എല്ലാ ടെൻസുകളുടെയും ക്ലാസ് നമ്മുടെ ചാനലിലുണ്ട്. അത് നിങ്ങളൊന്ന് കാണുകയാണെങ്കിൽ ഇത് കൂടുതൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ക്ലാസ് കൃത്യമായി കിട്ടുന്നു എന്ന് ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ നമുക്കിത് ഷെയർ ചെയ്യുകയും ചെയ്യണം. എല്ലാവർക്കും ഇത് കൊടുക്കണം. കാരണം ഇത് നമുക്ക് പണം മുടക്കൊന്നും ഇല്ലാതെ നമുക്ക് പരിശീലിക്കാൻ സാധിക്കുന്നതാണ്, നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയ പരിശീലനത്തിനുള്ള സെൻറ്റൻസുകൾ ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇതും 12 സെൻറ്റൻസുകളുണ്ട്. പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആൻഡ് എ നെഗറ്റീവ് ക്വസ്റ്റ്യൻ. സെൻറ്റൻസിൻ്റെ ആരംഭത്തിൽ വരുന്നത് സാധാരണഗതിയിൽ സബ്ജക്റ്റ് ആയിരിക്കും, പേഴ്സൺസ് ആയിരിക്കും. ഐ ആകാം, വി ആകാം, യു ആകാം, ഹി, ഷീ, ഇറ്റ്, ദേ, പിന്നെ എന്ത് വേണമെങ്കിലും ആകാം. ഞാൻ നീയും അല്ലാത്തതെല്ലാം തേർഡ് പേഴ്സൺ ആണല്ലോ. അപ്പോൾ എല്ലാ പേഴ്സൺസും സബ്ജക്റ്റായി വരത്തക്ക രീതിയിൽ സെൻറ്റൻസ് നിങ്ങൾക്ക് ഞാൻ തരാം. അത് നിങ്ങൾ പരിശീലിക്കണം. തീർച്ചയായും ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പോൾ നമുക്ക് ഈ ലെസണിലെ പരിശീലനത്തിലേക്ക് കടക്കാം. ഐ എം കുക്കിംഗ്, ഐ എം കുക്കിംഗ്. നമ്മൾ പരിശീലിക്കുമ്പോൾ 3 ടൈമാണ് നമ്മൾ പരിശീലിക്കുന്നത്. ഐ എം കുക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് പ്രസൻ്റ് ആണ്, ഇപ്പോഴുള്ള കാര്യമാണ്. ഐ എം കുക്കിംഗ്, ഞാൻ മറ്റൊരു ജോലിയും ചെയ്യുന്നില്ല. ഐ എം കുക്കിംഗ്. അതിനെ നമുക്ക് നെഗറ്റീവ് ആക്കാം, ഐ എം നോട്ട് കുക്കിംഗ്. ക്വസ്റ്റ്യൻ ആക്കാം, ആർ യു കുക്കിംഗ്. എന്തുകൊണ്ടാണ്? ഐ വരുമ്പോൾ ഐ എന്ന് മറുപടി കിട്ടണമെങ്കിൽ യു എന്ന് നമ്മൾ ചോദിക്കണം. ആർ യു കുക്കിംഗ്, ആറിൻ്റ് യു കുക്കിംഗ്. ഐ എം കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ എം നോട്ട് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയല്ല. ആർ യു കുക്കിംഗ്, നീ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണോ?
ആറിൻ്റ് യു കുക്കിംഗ്, നീ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇത് പരിശീലനത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുക. ആവർത്തിച്ച് നമ്മൾ പറയുക, ഐ ആം കുക്കിംഗ്, ഐ ആം നോട്ട് കുക്കിംഗ്, ആർ യു കുക്കിംഗ്, ആറിൻ്റ് യു കുക്കിംഗ്. ഇത് നേരെ നമുക്ക് പാസ്റ്റ് ആക്കി മാറ്റാം. ആയിരുന്നു, ആയിരുന്നു, ഐ വാസ് കുക്കിംഗ്, ഐ വാസ് നോട്ട് കുക്കിംഗ്. ഐ മാറി അത് യു ആയി മാറുമ്പോൾ വാസ് യു നമ്മൾ ഒരിക്കലും ചോദിക്കില്ല, വേർ യു എന്ന് ചോദിക്കൂ. വെരി കുക്കിംഗ്, വേറിൻ്റ് യു കുക്കിംഗ്, ഞാൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയല്ലായിരുന്നു, നീ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നോ, നീ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ. അപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആൻഡ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടി ചേർത്തൊന്ന് പറയാം. ഐ ആം കുക്കിംഗ്, ഐ ആം നോട്ട് കുക്കിംഗ്, ആർ യു കുക്കിംഗ്, ആറിൻ്റ് യു കുക്കിംഗ്. ഐ വാസ് കുക്കിംഗ്, ഐ വാസ് നോട്ട് കുക്കിംഗ്, വേർ യു കുക്കിംഗ്, വേറിൻ്റ് യു കുക്കിംഗ്. ഇനി വരുന്നത് ഇനി ഭാവിയിലാണ്. ഞാൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവിടെയും തുടർച്ചയാണ്, കണ്ടിന്യൂറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അതെങ്ങനെ നമുക്ക് പറയാം? ഐ വിൽ ബി കുക്കിംഗ്, ഞാൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഐ വോണ്ട് ബി കുക്കിംഗ്, ഞാൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുക അല്ലായിരിക്കും. വിൽ യു ബി കുക്കിംഗ്, നീ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുമോ? വോണ്ട് യു ബി കുക്കിംഗ്, നീ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുകയില്ലേ. അപ്പോൾ ഇതാണ് പ്രസൻറ്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. അപ്പോൾ ഞാൻ ഈ 12 സെൻറ്റൻസുകൾ ഞാൻ ഒരുപോലെ ഒന്ന് പറഞ്ഞ് കേൾപ്പിക്കാം. ഐ എം കുക്കിംഗ്, വേണമെങ്കിൽ നൗ എന്ന് ചേർക്കാം, അറ്റ് പ്രസൻറ്റ് എന്ന് വേണമെങ്കിൽ ചേർക്കാം, ടൈം എക്സ്പ്രഷൻസ് നമുക്ക് ചേർക്കാം. പക്ഷേ ഇപ്പോൾ ടൈം എക്സ്പ്രഷൻസ് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഈ സെൻറ്റൻസുകൾ ഒന്ന് പരിശീലിക്കാം. ഐ എം കുക്കിംഗ്, ഐ എം നോട്ട് കുക്കിംഗ്, ആർ യു കുക്കിംഗ്, ആറിൻ്റ് യു കുക്കിംഗ്. ഐ വാസ് കുക്കിംഗ്, ഐ വാസ് നോട്ട് കുക്കിംഗ്, വേർ യു കുക്കിംഗ്, വേറിൻ്റ് യു കുക്കിംഗ്. ഐ വിൽ ബി കുക്കിംഗ്, ഐ വോണ്ട് ബി കുക്കിംഗ്, വിൽ യു ബി കുക്കിംഗ്, വോണ്ട് യു ബി കുക്കിംഗ്. ഇതാണ് ഈ 12 സെൻറ്റൻസ്. അത് എത്രയധികം വേഗതയിൽ പറയാൻ സാധിക്കുമോ അത്രയധികം വേഗതയിൽ പറയുക. അപ്പോൾ ആം ഐ എൻ ജി, വാസ് ഐ എൻ ജി, വിൽ ബി ഐ എൻ ജി. ആകുന്നു, ആയിരുന്നു, ആയിരിക്കും. ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ചെയ്തുകൊണ്ടിരിക്കുക ആയിരിക്കും. അപ്പോൾ പരിശീലിക്കാനുള്ള സെൻറ്റൻസുകൾ നിങ്ങൾക്ക് 1 by 1 നിങ്ങൾക്ക് ഞാൻ തരികയാണ്. അപ്പോൾ ഈ സെൻറ്റൻസ് പരിശീലിക്കുക. ഐ എം കുക്കിംഗ്, ആ സെൻറ്റൻസ് നിങ്ങൾ പരിശീലിക്കുക. അടുത്തൊരു സെൻറ്റൻസ് ശ്രദ്ധിക്കുക. വി ആർ പ്ലാനിങ് എ ട്രിപ്പ്, ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറയുന്ന സമയത്ത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി ആർ പ്ലാനിങ് എ ട്രിപ്പ്. അല്ല, ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ല. എങ്ങനെ പറയും? വി ആർ നോട്ട് പ്ലാനിങ് എ ട്രിപ്പ്. ആർ യു പ്ലാനിങ് എ ട്രിപ്പ്, ആറിൻ്റ് യു പ്ലാനിങ് എ ട്രിപ്പ്. അപ്പോൾ ഇതാണ് പ്രസൻറ്റിൽ. വി ആർ പ്ലാനിങ് എ ട്രിപ്പ്, വി ആർ നോട്ട് പ്ലാനിങ് എ ട്രിപ്പ്, ആർ യു പ്ലാനിങ് എ ട്രിപ്പ്, ആറിൻ്റ് യു പ്ലാനിങ് എ ട്രിപ്പ്. ഇത് പാസ്റ്റിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്തത് എങ്ങനെയായിരിക്കും? വി വേർ പ്ലാനിങ് എ ട്രിപ്പ്, വി വേർ ഇൻ പ്ലാനിങ് എ ട്രിപ്പ്, വേർ യു പ്ലാനിങ് എ ട്രിപ്പ്, വേറിൻ്റ് യു പ്ലാനിങ് എ ട്രിപ്പ്. ഇത് ഫ്യൂച്ചർ ആയാലോ? വിൽ ബി പ്ലാനിങ് എ ട്രിപ്പ്, വി വോണ്ട് ബി പ്ലാനിങ് എ ട്രിപ്പ്, വിൽ യു ബി പ്ലാനിങ് എ ട്രിപ്പ്, വോണ്ട് യു ബി പ്ലാനിങ് എ ട്രിപ്പ്. അപ്പോൾ ഈ 12 സെൻറ്റൻസ് ഒരുമിച്ച് ഞാനൊന്ന് പറയാം. അത് നിങ്ങളത് കേൾക്കുകയും ഒപ്പം പറയാൻ ശ്രമിക്കുകയും ഇനി ഈ ഇതിൻ്റെ സഹായമില്ലാതെ പറയാൻ ശ്രമിക്കുകയും ചെയ്യണം. പറ്റുമെങ്കിൽ ഒരു മിററിൻ്റെ മുമ്പിൽ നിന്നൊന്ന് പറയാൻ ശ്രമിച്ചാൽ നമ്മളെ തന്നെ നമ്മൾ അറിയാതെ അങ്ങ് മറന്നു പോവുകയും അത് താനെ ഒരു പരിശീലനത്തിൻ്റെ ഘട്ടത്തിലേക്ക് ഇത് ഫലപ്രാപ്തിയിലേക്ക് എത്തുകയും ചെയ്യും. ഞാനൊന്ന് സെൻറ്റൻസ് ഒന്ന് പറയാം. വി ആർ പ്ലാനിങ് എ ട്രിപ്പ്, വി ആർ നോട്ട് പ്ലാനിങ് എ ട്രിപ്പ്, ആർ യു പ്ലാനിങ് എ ട്രിപ്പ്, ആറിൻ്റ് യു പ്ലാനിങ് എ ട്രിപ്പ്. We were planning a trip, we weren't planning a trip, were you planning a trip, weren't you planning a trip. We will be planning a trip, we won't be planning a trip, will you be planning a trip, won't be planning a trip. ഈ 12 സെൻറ്റൻസ് എത്രയധികം വേഗത്തിൽ എത്ര പ്രാവശ്യം പറയാൻ സാധിക്കുന്നോ അത്രയും ഒന്ന് പരിശീലിക്കുക. അടുത്തൊരു സെൻറ്റൻസ് കേൾക്കുക. ഹി ഈസ് മേക്കിംഗ് ഡോൾസ്, അവൻ പാവകളെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹി ഈസ് നോട്ട് മേക്കിംഗ് ഡോൾസ്, അവൻ പാവകളെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയല്ല. ഈസ് ഹി മേക്കിംഗ് ഡോൾസ്, അവൻ പാവകളെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണോ? ഈസിൻ്റ് ഹി മേക്കിംഗ് ഡോൾസ്, അവൻ പാവകളെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അത് പാസ്റ്റ് ആയി കഴിയുമ്പോൾ ആയിരുന്നു എന്നായി മാറുമ്പോൾ ഹി വാസ് മേക്കിംഗ് ഡോൾസ്. ഹി വാസിൻ്റ് മേക്കിംഗ് ഡോൾസ്, വാസ് ഹി മേക്കിംഗ് ഡോൾസ്, വാസിൻ്റ് ഹി മേക്കിംഗ് ഡോൾസ്. അവൻ പാവകളെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവൻ പാവകളെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു, അവൻ പാവകളെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ, അവൻ പാവകളെ നിർമ്മിച്ചുകൊണ്ടിരിക്കുക അല്ലായിരുന്നോ. പിന്നെ ഇത് ഫ്യൂച്ചറിലേക്ക് മാറുമ്പോൾ എങ്ങനെയാവും? He will be making dolls. He won't be making dolls. Will he be making dolls? Won't he be making dolls? അവൻ പാവകളെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അവൻ പാവകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുക അല്ലായിരിക്കും, അവൻ പാവകളെ നിർമ്മിച്ചുകൊണ്ടിരിക്കുക ആയിരിക്കുമോ, അവൻ പാവകളെ നിർമ്മിച്ചുകൊണ്ടിരിക്കുക അല്ലായിരിക്കുമോ. അപ്പോൾ ഈ സെൻറ്റൻസ് ഞാൻ ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്ന നമ്മുടെ മദർ ടങ്ങിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സെൻറ്റൻസും കൂടെ നിങ്ങൾക്കൊന്ന് കേട്ടിട്ട് അത് പറയുമ്പോൾ ആ ഒരു സെൻസ് നമ്മുടെ മനസ്സിലൊന്ന് ഉൾക്കൊണ്ടിട്ട് വേണം നമ്മളൊന്ന് പറയാം. അപ്പം ഞാൻ ഈ 12 സെൻറ്റൻസ് ഒന്ന് പറഞ്ഞ് കേൾപ്പിക്കാം. He is making dolls. He is not making dolls. Is he making dolls? Isn't he making dolls? He was making dolls. He wasn't making dolls. Was he making dolls? Wasn't he making dolls? He will be making dolls. He won't be making dolls. Will he be making dolls? Won't he be making dolls?
ഞാൻ മലയാളത്തിൽ ആ സെൻറ്റൻസ് ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാം. അവൻ പാവകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ പാവകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയല്ല, അവൻ പാവകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണോ, അവൻ പാവകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയല്ല. ഹീസ് മേക്കിംഗ് ഡോൾസ്, ഹീ ഈസ് നോട്ട് മേക്കിംഗ് ഡോൾസ്, ഈസ് ഹി മേക്കിംഗ് ഡോൾസ്, ഈസ് ഹി മേക്കിംഗ് ഡോൾസ്. അവൻ പാവകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവൻ പാവകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു, അവൻ പാവകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ, അവൻ പാവകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ. ഹി വാസ് മേക്കിംഗ് ഡോൾസ്, ഹി വാസ് നോട്ട് മേക്കിംഗ് ഡോൾസ്, വാസ് ഹി മേക്കിംഗ് ഡോൾസ്, വാസൻറ്റ് ഹി മേക്കിംഗ് ഡോൾസ്. ഇനി അത് ഫ്യൂച്ചർ ആയാൽ ഹി വിൽ ബി മേക്കിംഗ് ഡോൾസ്, ഹി വോണ്ട് ബി മേക്കിംഗ് ഡോൾസ്, വിൽ ഹി ബി മേക്കിംഗ് ഡോൾസ്, വോണ്ട് ഹി ബി മേക്കിംഗ് ഡോൾസ്. അപ്പോൾ അത് പരിശീലിക്കുക. അടുത്ത സെൻറ്റൻസ് ശ്രദ്ധിക്കുക. ഷീ ഈസ് ചാറ്റിംഗ് വിത്ത് ഹെർ ഫ്രണ്ട്സ്, ഷീ ഈസൻറ്റ് ചാറ്റിംഗ് വിത്ത് ഹെർ ഫ്രണ്ട്സ്, ഈസ് ഷീ ചാറ്റിംഗ് വിത്ത് ഹെർ ഫ്രണ്ട്സ്, ഈസൻറ്റ് ഷീ ചാറ്റിംഗ് വിത്ത് ഹെർ ഫ്രണ്ട്സ്. She was chatting with her friends, she wasn't chatting with her friends, was she chatting with her friends, wasn't she chatting with her friends. She will be chatting with her friends, she won't be chatting with her friends, will she be chatting with her friends, won't she be chatting with her friends. അവൾ അവളുടെ കൂട്ടുകാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൾ അവളുടെ കൂട്ടുകാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവൾ അവളുടെ കൂട്ടുകാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതാണ് ഈ സെൻറ്റൻസുകളുടെ ആശയം. അത് പോസിറ്റീവായും നെഗറ്റീവായും, പോസിറ്റീവ് ക്വസ്റ്റ്യനായും നെഗറ്റീവ് ക്വസ്റ്റ്യനായും എഴുതിയിരിക്കുകയാണ്. അത് ആവർത്തിച്ച് നമ്മൾ പറഞ്ഞു പഠിക്കണം. പ്രാക്ടീസ് ചെയ്യേണ്ട രീതി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ എപ്പിസോഡിൽ, അതായത് പാർട്ട് 1-ൽ നമ്മൾ പരിശീലിപ്പിച്ച ചെയ്യാറുണ്ട്, ചെയ്യാറില്ല, ചെയ്യാറുണ്ടോ, ചെയ്യാറില്ലേ, ചെയ്തു, ചെയ്തില്ല, ചെയ്തോ, ചെയ്തില്ലേ, ചെയ്യും, ചെയ്യുകയില്ല, ചെയ്യുമോ, ചെയ്യുകയില്ലേ, അതിനോട് ചേർത്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയല്ല, ചെയ്തുകൊണ്ടിരിക്കുകയാണോ, ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ചെയ്തുകൊണ്ടിരിക്കുകയല്ലായിരുന്നു, ചെയ്തുകൊണ്ടിരിക്കുക ആയിരുന്നോ, ചെയ്തുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ, ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ചെയ്തുകൊണ്ടിരിക്കുക അല്ലായിരിക്കും, ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുമോ, ചെയ്തുകൊണ്ടിരിക്കുക അല്ലായിരിക്കുമോ. I do, I don't do, do you do, don't you do, I did, I didn't do, did you do, didn't you do, I will do, I won't do, will you do, won't you do, I'm doing, I'm not doing, are you doing, aren't you doing, I was doing, I was not doing, were you doing, weren't you doing, I'll be doing, I won't be doing, will you be doing, won't you be doing. ഈ കാണുന്ന സെൻറ്റൻസിൽ നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് പറയാൻ ശ്രമിക്കുക. My father brings me chocolate, my father doesn't bring me chocolate, does your father bring me chocolate, doesn't your father bring you chocolate. My father brought me chocolate, my father didn't bring me chocolate, did your father bring you chocolate, didn't your father bring you chocolate. My father will bring me chocolate, my father won't bring me chocolate, will your father bring you chocolate, won't your father bring you chocolate. My father is bringing me chocolate, my father isn't bringing me chocolate, is your father bringing you chocolate, isn't your father bringing you chocolate. My father was bringing me chocolate, my father wasn't bringing me chocolate, was your father bringing you chocolate, wasn't your father bringing you chocolate. My father will be bringing me chocolate, my father won't be bringing me chocolate, will your father be bringing you chocolate, won't your father be bringing you chocolate. എൻ്റെ അച്ഛൻ എനിക്ക് ചോക്ലേറ്റ് കൊണ്ട് തരാറുണ്ട്. തരാറുണ്ട്, തരാറില്ല, തരാറുണ്ടോ, തരാറില്ലേ. രണ്ടാമത്തെ സെറ്റിൽ പറയുന്നത് തന്നു, തന്നില്ല, തന്നോ, തന്നില്ലേ. മൂന്നാമത്തെ സെൻറ്റൻസ് പറയുന്നത് തരും, തരില്ല, തരുമോ, തരികയില്ലേ. ഫോർത്ത് സെറ്റ് ഓഫ് സെൻറ്റൻസിൻ്റെ മീനിങ് ഇതാണ്: തന്നുകൊണ്ടിരിക്കുകയാണ്, തന്നുകൊണ്ടിരിക്കുകയല്ല, തന്നുകൊണ്ടിരിക്കുകയാണോ, തന്നുകൊണ്ടിരിക്കുകയല്ലേ. ഫിഫ്ത്ത് സെറ്റിൻ്റെ മീനിങ് ഇതാണ്: തന്നുകൊണ്ടിരിക്കുകയായിരുന്നു, തന്നുകൊണ്ടിരിക്കുകയല്ലായിരുന്നു, തന്നുകൊണ്ടിരിക്കുകയായിരുന്നോ, തന്നുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ. സിക്സ്ത് സെറ്റ് തരുന്നതായിരിക്കും, തരുന്നതായിരിക്കുകയില്ല, തരുന്നതായിരിക്കുമോ, തരുന്നതല്ലായിരിക്കുമോ. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ, പാർട്ട് 3-ൽ നമ്മൾ പുതിയ ഒരു 12 സെൻറ്റൻസുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തും. അപ്പോൾ നിങ്ങൾ ഈ 24 സെൻറ്റൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ.